Welcome back to my channel. Today we are discussing about another method of redemption of debentures, that is redemption by conversion. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ബൈ കൺവേർഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതാണ്. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പാർട്ട് 10 ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. Redemption by conversion means redeeming the debentures by converting them into new debentures and or new shares within a stipulated period at the option of the debenture holders. Okay, redemption by conversion എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് ആ ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? പുതിയ കമ്പനിയുടെ തന്നെ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ടോ പുതിയ ഷെയർസ് ആയിട്ടോ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ പുതിയ ഡിബഞ്ചർ ഹോൾഡേഴ്സായി മാറും. ഇങ്ങനെ ഓൾഡ് ഡിബഞ്ചർ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഡിബഞ്ചറോ പുതിയ ഷെയർസോ ആക്കി മാറ്റുന്നതാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൻ്റെ ഉള്ളിലായിരിക്കും ചെയ്യുക. മാത്രമല്ല ഡിബഞ്ചർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുകയുമുള്ളൂ. അണ്ടർ ദിസ് മെത്തേഡ് എ കമ്പനി ഗിവ്സ് ആൻ ഓപ്ഷൻ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഈ മെത്തേഡിൽ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അവരുടെ ആദ്യത്തെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഓപ്ഷൻ നൽകുന്നുണ്ട്. ദാറ്റ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ദേ ക്യാൻ കൺവേർട്ട് ദിയർ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവരുടെ ആദ്യത്തെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു നിശ്ചിത ഇയേഴ്സിന് ശേഷം അവരുടെ ഡിബഞ്ചർ വേണമെങ്കിൽ അവർക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഷെയർസ് ആയിട്ടോ ന്യൂ ഡിബഞ്ചേഴ്സ് ആയിട്ടോ മാറ്റാം എന്നുള്ളൊരു ഓപ്ഷൻ അവരുടെ ആദ്യത്തെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദ റിഡംഷൻ ബൈ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി മെയ്ഡ് എയ്തർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. കമ്പനിക്ക് വേണമെങ്കിൽ കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഒക്കെ ഇഷ്യൂ ചെയ്യാൻ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ ഷെയർസും ഡിബഞ്ചേഴ്സൊക്കെ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വേണമെങ്കിൽ പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും റിഡംഷൻ ചെയ്യാം. എന്നാൽ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന മെത്തേഡിൽ പാറിലും പ്രീമിയത്തിലും റിഡംഷൻ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ മാത്രമേ കൺവേർട്ട് ചെയ്യുകയുള്ളൂ. ഡിസ്കൗണ്ടിൽ റിഡംഷൻ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യില്ല, പുതിയ ഷെയർസ് ആയിട്ടോ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ടോ എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഹവർ ദ ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ന്യൂ ഷെയർസ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. എന്നാൽ പാറിലും പ്രീമിയത്തിലും റിഡംഷൻ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് പകരം ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർസോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സോ കമ്പനിക്ക് വേണമെങ്കിൽ പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാമെന്നും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് റിഡംഷൻ ബൈ കൺവേർഷൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ടു കമ്പനിക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. ഈ ഒരു മെത്തേഡ് ഓഫ് റിഡംഷനിൽ കമ്പനിക്ക് ഒരു പ്രത്യേക ഫിനാൻഷ്യൽ സോഴ്സിൻ്റെ ആവശ്യമില്ല റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബഞ്ചറിനെ ജസ്റ്റ് അങ്ങ് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇറ്റ് ഹാസ് നോ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയുമില്ല. ക്രിയേഷൻ ഓഫ് DRR ഈസ് നോട്ട് റിക്വയർഡ് ബൈ ദ കമ്പനി. ഈ ഒരു മെത്തേഡ് ഓഫ് റിഡംഷനിൽ കമ്പനിക്ക് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. കമ്പനിക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല റിഡംഷൻ ചെയ്യാൻ. എന്നതൊക്കെയാണ് കമ്പനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെ നോക്കാം. ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോഫിറ്റ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്ത് പുതിയ ഷെയർസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായി മാറും. ഓക്കെ, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായി മാറിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ മാനേജ്മെൻറ്റിലൊക്കെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്. ദ കൺവേർഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിൽ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് നോട്ട് ഫോഴ്സിബിലി. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ കൺവേർഷൻ നടക്കുക. അവരെ നിർബന്ധിച്ചിട്ട് കൺവേർട്ട് ചെയ്യുകയില്ല കമ്പനി. ഓക്കെ, അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് റിഡംഷൻ ഇൻ ഹോപ്പ് ഓഫ് ഹയർ ഇൻട്രസ്റ്റ് ഓർ ഹയർ ഡിവിഡൻഡ്. ഈ ഒരു കൺവേർഷനിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇത് സ്വീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹയർ ഇൻട്രസ്റ്റും ഹയർ ഡിവിഡൻറ്റും, പുതിയ ഡിബഞ്ചേഴ്സിന് ഹയർ ഇൻട്രസ്റ്റ് കിട്ടുമെന്നതും ഷെയർസ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാക്കി മാറ്റിക്കഴിഞ്ഞാൽ പ്രോഫിറ്റുള്ള കമ്പനിയാണെങ്കിൽ ധാരാളം പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റിൻ്റെ ഷെയർ ഡിവിഡൻ്റായിട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് അവർ ഇതിന് സമ്മതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ്, റിഡംഷൻ ബൈ കൺവേർഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഡിഫറെൻറ്റ് കേസുകളായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പാർ ഓൺ മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. ഓക്കെ, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, റിഡീം ചെയ്യുന്ന ഡിബഞ്ചർ പാറിലാണ്.
ഓക്കെ, അതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും പാറിലാണ്. ഓക്കെ, അപ്പോൾ പാറിൽ റിഡീം ചെയ്യുന്ന ഡിബഞ്ചറിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതും പാറിൽ തന്നെയുള്ളതാണ്. ഈ ഒരു കേസിൽ വരുന്ന ജേണൽ എൻട്രി എന്തൊക്കെയാണ് നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഓൾഡ് ഡിബഞ്ചേഴ്സ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഓൾഡ് ഡിബഞ്ചർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് ആദ്യത്തേത്. സെക്കൻഡ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഓർ ന്യൂ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് പാർ. ഓക്കെ, പുതിയ ഡിബഞ്ചർ അല്ലെങ്കിൽ പുതിയ ഷെയർ ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണിത്. ഓക്കെ, ഇനി നമുക്ക് ഈ കേസിലൊരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. എ ലിമിറ്റഡ് 60,000 8% ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിൻ്റെ വില 100 ആണ്, ഇഷ്യൂ ചെയ്തു. ഇത് റിഡീം ചെയ്യുന്നത് ആഫ്റ്റർ 4 ഇയേഴ്സ്, 4 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്? ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അത് റിഡീം ചെയ്യുന്നത്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. റെക്കോർഡ് ജേണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇഗ്നോർ എൻട്രീസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പാറിലാണ്, പകരം ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർസും ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ഇതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്, ഇഷ്യൂ ആൻഡ് റിഡംഷൻ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓൺ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്, ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന എൻട്രിയാണ്. 60 lakhs ആണ്, 60,000 ഡിബഞ്ചറിന് 100 വെച്ചുകൊണ്ടാണ് കിട്ടുന്നത്. അതിനെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രി. നെക്സ്റ്റ്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ₹60 lakhs. ഓക്കെ, ഓൺ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ്റെ സമയത്ത് പാറിൽ തന്നെയാണ് റിഡംഷൻ ചെയ്യുന്നത്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്നു 60 lakhs. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പകരം പുതിയതായിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ₹60 lakhs. ഓക്കെ, സെക്കൻഡ് കേസാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പ്രീമിയം. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, എന്നാൽ പകരം ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. പകരം ഇഷ്യൂ ചെയ്യുന്നത് പുതിയ ഷെയർസോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സോ ആണ്. ഓക്കെ, അത് പാറിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിഡംഷൻ അറ്റ് പ്രീമിയം, ന്യൂ ഇഷ്യൂ അറ്റ് പാർ. ഓക്കെ, ഈ കേസിൽ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻട്രിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് പ്രീമിയം ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യത്തേത്. ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഓർ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് പാർ. ഓക്കെ, സെക്കൻഡ് കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 2,008% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. എക്സ് ലിമിറ്റഡ് 2,000 8% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 ആണ്, ഇഷ്യൂ ചെയ്തത് പാറിലാണ്. റിഡീം ചെയ്യുന്നത് അറ്റ് 10% പ്രീമിയം. ഓക്കെ, ഈ 2,000 8% ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് തിരിച്ചു കൊടുക്കുന്ന 10% പ്രീമിയത്തിലാണ്. ഓക്കെ, എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത്? ബൈ കൺവേർട്ടിംഗ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഈ ഡിബഞ്ചേഴ്സിന് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. ഒരു ഷെയറിൻ്റെ വില 10 ആണ്, അത് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രിയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, എന്നാൽ പകരം പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിനെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, 2,000 ഡിബഞ്ചേഴ്സിന് 100 വെച്ചുകൊണ്ട് 2 lakhs ആണ് എമൗണ്ട് വരിക. ഓക്കെ, പ്രീമിയത്തിലാണ് റിഡംഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2 lakhsൻ്റെ 10% ആണ് പ്രീമിയം, ദാറ്റ് ഈസ് ഇക്വൽ ടു 20,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2,20,000. നെക്സ്റ്റ്, എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിന് പകരമായിട്ട് പുതിയ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ₹10. ഓക്കെ, അതിൻ്റെ എൻട്രിയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ 2,20,000 വില വരുന്ന ഡിബഞ്ചേഴ്സിന് എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ 2,20,000 ഡിവൈഡഡ് ബൈ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 ആണ്. 2,20,000 ഡിവൈഡഡ് ബൈ 10 കൊടുക്കുക, ദാറ്റ് ഈസ് ഇക്വൽ ടു 22,000 ഷെയർസ് ഇഷ്യൂ ചെയ്താൽ 22,000 ഇക്വിറ്റി ഷെയർ 10 രൂപയുടേത് ഇഷ്യൂ ചെയ്താൽ മാത്രമേ 2,20,000 ഈക്വലായ ഇക്വിറ്റി ഷെയർസ് ആവുകയുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു.
ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പുതിയത് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി കാണിച്ചു 2,20,000. Okay, case 3, when debentures are redeemed at par at maturity and new shares or debentures are issued at premium. Okay, ഈ കേസിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ പാറിലാണ് റെഡീം ചെയ്യുന്നത്. ഓക്കെ, ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പാറിലാണ്, എന്നാൽ പകരം ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഓർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ റിഡംഷൻ അറ്റ് പാർ, ന്യൂ ഇഷ്യൂ അറ്റ് പ്രീമിയം. ഓക്കെ, എൻട്രി എന്താണെന്ന് നോക്കാം. റെഡീം ചെയ്യുന്നത് പാറലായതുകൊണ്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ, പാറിൻ്റെ എൻട്രിയാണ്. ദെൻ ന്യൂ ഇഷ്യൂ പ്രീമിയത്തിലായതുകൊണ്ട് എൻട്രിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ദെൻ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടും കൂടി പുതിയതായിട്ട് വരും, കാരണം ന്യൂ ഇഷ്യൂ അറ്റ് പ്രീമിയമാണ്. ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് പ്രീമിയം. ഓക്കെ, കേസ് 3യുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 80,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each അറ്റ് പ്രീമിയം ഓഫ് 5% ഓൺ April 1st, 2018. ഓക്കെ, എക്സ് ലിമിറ്റഡ് 80,000 9% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 ആണ്. ഇഷ്യൂ ചെയ്തത് അറ്റ് പ്രീമിയം 5% പ്രീമിയത്തിലാണ്. April 1st, 2018 ഇഷ്യൂ ചെയ്തത്. ഓക്കെ, ഇത് റെഡീം ചെയ്യുന്നത് അറ്റ് പാർ, റെഡീം ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിന് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണ്, എന്നാൽ റെഡീം ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, പക്ഷേ ബൈ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് അതിനെ റെഡീം ചെയ്യുന്നത്. കൺവേർഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 20 രൂപയാണ് ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില. ഓക്കെ, ഈ രീതിയിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അറ്റ് പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. ഓക്കെ, ഒരു ഇക്വിറ്റി ഷെയറിന് 20 rupees ആണെങ്കിലും അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 5 പെർ ഷെയർ, ഒരു ഷെയറിന് 5 രൂപ വെച്ചുകൊണ്ട് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് March 31st, 2020. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പാറിലാണ്. ഓക്കെ, എന്നാൽ പകരം ന്യൂ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്നത് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, ഇഷ്യൂ എൻട്രിയാണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് എക്സ് ലിമിറ്റഡിൻ്റെ ബുക്സിൽ. ഓക്കെ, 2018 April 1st ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി നമുക്കറിയാം. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്ന എൻട്രിയാണ് ആദ്യത്തേത്. ഓക്കെ, 80,000 ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കറിയാം ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് 5%. ഓക്കെ, 80,000 × 100 80 lakhs ആണ് വരിക. ഓക്കെ, അതിൻ്റെ 5% എന്ന് പറയുന്നത് 4 lakhs ആണ്. സോ ടോട്ടൽ മണി കിട്ടുന്നത് 84 lakhs ആണ്. ഓക്കെ, അത് നമ്മൾ സ്വീകരിക്കുന്ന എൻട്രി കാണിച്ചു. ദെൻ April 1st ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ ടു 9% ഡിബഞ്ചേഴ്സ് കോൺസിക്വൻ്റ് അപ്പോൺ അലോട്ട്മെൻറ്റ്. ഓക്കെ, അപ്ലിക്കേഷൻ മണി കിട്ടിയതിനെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കും പ്രീമിയം എമൗണ്ടിനെ പ്രീമിയം അക്കൗണ്ടിലേക്കും മാറ്റുന്ന എൻട്രിയാണ് നെക്സ്റ്റ്. ഓക്കെ, ടോട്ടൽ 84 lakhs ആണ് കിട്ടിയത് ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ടായിട്ട്. അതിൽ 80 lakhs നമ്മൾ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, 4 lakhs കിട്ടിയത് പ്രീമിയം ആയിട്ടാണ്, അത് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് March 31st, 2020 എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിനെ റിഡംഷൻ ചെയ്യുന്നത് പാറിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എൻട്രിയാണ്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക്. 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ, പാറിലായതുകൊണ്ട് എൻട്രി കാണിച്ചു. ഓക്കെ, 80 lakhs ആണ് അവർ ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. പകരം പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അത് പ്രീമിയത്തിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. March 31st ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, എത്ര ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് നോക്കാം. 80 lakhsന് ഈക്വലായ ഇക്വിറ്റി ഷെയർസ് എത്ര എണ്ണം ഇഷ്യൂ ചെയ്യുന്നു നോക്കാം. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 5 rupee പ്രീമിയം കൂടി കൂട്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില 20 ആണ്, പ്ലസ് 5
പെർ ഷെയർ പ്രീമിയം. ഓക്കെ, ടോട്ടൽ 25 ആണ്. 80 lakhs ഡിവൈഡഡ് ബൈ 25. ഓക്കെ, ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 25 വെച്ചുകൊണ്ടാണ്. 5 പെർ ഷെയർ പ്രീമിയത്തിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു 3,20,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 20 ആയതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് വരുന്നത് 64 lakhs ആണ്. ഓക്കെ, ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് 3,20,000 ഇൻറ്റു ഒരു ഷെയറിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 16 lakhs ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് കാണിക്കും. ഓക്കെ, ടോട്ടൽ 80 lakhs ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡിസ്ചാർജ്ഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് അറ്റ് പ്രീമിയം. ഓക്കെ, നെക്സ്റ്റ് കേസ് 4 ആണ്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പ്രീമിയം അറ്റ് മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഈ കേസിൽ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് അറ്റ് പ്രീമിയം, ന്യൂ ഇഷ്യൂ അറ്റ് പ്രീമിയം. ഓക്കെ, റിഡീം ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, ന്യൂ ഇഷ്യൂവും പ്രീമിയത്തിലാണ്. ഓക്കെ, സോ റിഡംഷൻ എൻട്രിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ടാണ് എൻട്രിയിൽ ഇങ്ങനെ ആയത്. ഓക്കെ, ന്യൂ ഇഷ്യൂവും പ്രീമിയമാണ്, അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ പഠിച്ച അതേ എൻട്രി തന്നെയാണ്. ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് പ്രീമിയം. ഓക്കെ, കേസ് 4മായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നോക്കാം. വൈ ലിമിറ്റഡ് ഹാഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് റുപ്പീസ് 9 lakh, 9% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 each, റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5%. വൈ ലിമിറ്റഡിന് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഉണ്ട്, 9 lakh റുപ്പീസിൻ്റേതാണുള്ളത്. അത് എങ്ങനെ ഉണ്ടായതാണ്? 9% ഡിബഞ്ചേഴ്സ് 100 വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായതാണ്. അതിനെ റിഡീം ചെയ്യുന്നത് അറ്റ് പ്രീമിയം ഓഫ് 5% പ്രീമിയത്തിലാണ് ഇവിടെ റിഡംഷൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് റിഡംഷൻ്റെ ടേംസ് പ്രകാരം ദ കമ്പനി റിഡീംഡ് 25% ഓഫ് ദ എബവ് ഡിബഞ്ചേഴ്സ്. 9 lakhsൻ്റെ 25%ഓളം വരുന്ന ഡിബഞ്ചേഴ്സ് കമ്പനി ബൈ കൺവേർട്ടിങ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ കൺവേർഷൻ ചെയ്തു ഇൻറ്റു ഷെയർസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 10 each, ഒരു ഷെയറിൻ്റെ വില 10 രൂപ വെച്ചിട്ടാണ് അറ്റ് എ പ്രീമിയം ഓഫ് 5. അത് ന്യൂ ഇഷ്യൂ ചെയ്തത് 5 പെർ ഷെയറിന് പ്രീമിയം കൂടി വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മളോട് കാണിക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് 5%. ഓക്കെ, ന്യൂ ഇഷ്യൂ ചെയ്യുന്നതും ഒരു ഷെയറിന് 5 എന്ന രീതിയിൽ, ഒരു ഷെയറിന് 5 പ്രീമിയം എന്ന രീതിയിലാണ് ന്യൂ ഇഷ്യൂവും ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡിൽ ജേണൽ എൻട്രീസ് കാണിക്കുകയാണ്. ആദ്യം നമ്മൾ എക്സിസ്റ്റിംഗ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. നമുക്കറിയാം റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 9 lakhs റുപ്പീസിൻ്റെ ഡിബഞ്ചറാണുള്ളത് ഇൻറ്റു 25% മാത്രമാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡീം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് 9 lakhsൻ്റെ 25% എന്ന് പറയുന്നത് 2,25,000 ആണ് ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 5% ആണ് പ്രീമിയം. ഓക്കെ, 2,25,000ൻ്റെ 5% എന്ന് പറയുന്നത് 11,250 ആണ്. ഓക്കെ, 11,250 നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് കാണിച്ചു. ഓക്കെ, ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് 2,36,250 ആണ് കാണിക്കേണ്ടത്. എമൗണ്ട് ഓഫ് 9% ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിന് പകരമായിട്ട് പുതിയ ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത് 2,36,250 ആണ്. ഓക്കെ, അതിന് ഈക്വലായ രീതിയിൽ എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്കറിയാം അപ്പോൾ ന്യൂ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഒരു ഷെയറിന് 5 പെർ ഷെയർ എന്ന രീതിയിലാണ് ന്യൂ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന 10 രൂപക്കാണ് പ്ലസ് 5 പെർ ഷെയർ പ്രീമിയവും ഉണ്ട്. ഓക്കെ, 2,36,250 ഡിവൈഡഡ് ബൈ 10 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 15,750, 15,750 ഷെയർസ് ഇഷ്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ 2,36,250 ഈക്വലായ ഷെയറിൻ്റെ പ്രൈസ് ആവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 15,750 ഇൻറ്റു ഒരു ഷെയറിൻ്റെ വില 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,50,000
57,500 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് 15,750 ഇൻറ്റു ഒരു ഷെയറിന് 5 ആണ് പ്രീമിയം. ഓക്കെ, ഇൻറ്റു 5 കൊടുത്തുകൊണ്ട് 78,750 ആണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത്. ഇഷ്യൂ ഓഫ് 15,750 ഷെയർസ് അറ്റ് പ്രീമിയം ഫോർ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതിൻ്റെ വർക്കിംഗ് നോട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേസ് 5 ആണ്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ബൈ കൺവേർഷൻ അറ്റ് പാർ ഓൺ മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇവിടെ റിഡംഷൻ ചെയ്യുന്നത് അറ്റ് പാർ ആണ്, എന്നാൽ ന്യൂ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ഈ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ റിഡംഷൻ അറ്റ് പാർ, ന്യൂ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, എൻട്രി റിഡംഷൻ പാറിലായതുകൊണ്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ന്യൂ ഇഷ്യൂ ഡിസ്കൗണ്ടിലായതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, കേസ് 5 എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് റെഡീംഡ് 9,600 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each by converting them into 15% new debentures of ₹100 each at discount of 4%. ഇവിടെ എക്സ് ലിമിറ്റഡ് റെഡീം ചെയ്യുന്നത് 9,600 12% ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 ആണ്. എങ്ങനെയാണ് റെഡീം ചെയ്യുന്നത്? കൺവേർഷൻ ബൈ മെത്തേഡാണ്. ഓക്കെ, എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? 15% ന്യൂ ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഷെയർസ് ആയിട്ടല്ല. ഓക്കെ, 12% ഡിബഞ്ചേഴ്സിന് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ട് 15% ന്യൂ ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്നതും ഒരു ഡിബഞ്ചറിന് 100 വെച്ച് തന്നെ, പക്ഷേ അറ്റ് എ ഡിസ്കൗണ്ട്. ന്യൂ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിലാണ്, 4% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ന്യൂ ഇഷ്യൂവിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 4% ഡിസ്കൗണ്ട് ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഗിവ് നെസസറി ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് റിഡംഷൻ ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. ഓക്കെ, ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്കറിയാം റിഡംഷൻ ചെയ്യുന്നത് പാറിലാണ്, അതുകൊണ്ട് തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 9,600 ഒരു ഡിബഞ്ചറിന് വില 100 ആണ്. ദാറ്റ്സ് ഇക്വൽ ടു 9,60,000 ആണ് ഇഷ്യൂ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി കാണിക്കാം. നമുക്കറിയാം പകരം ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഡിബഞ്ചറും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ എൻട്രിയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയണം 9,60,000 റുപ്പീസ് വരുന്ന ഡിബഞ്ചേഴ്സിന് എത്ര പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെന്നറിയണമെങ്കിൽ നമുക്ക് താഴെ വർക്കിംഗ് നോട്ടിലേക്ക് പോയി നോക്കാം. നമ്പർ ഓഫ് 15% ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് അറ്റ് 4%. ഓക്കെ, ഡിസ്കൗണ്ട് 4% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9,60,000 100 ഇൻറ്റു 9,600 ഈസ് ഇക്വൽ ടു 9,60,000 ഡിവൈഡഡ് ബൈ 100. പുതിയ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ വിലയും 100 ആണ്, പക്ഷേ 4% ഡിസ്കൗണ്ട് ആണ്. സോ 100 നമുക്ക് 4 ഡിഡക്റ്റ് ചെയ്യാം. 100ൻ്റെ 4% എന്ന് പറയുന്നത് 4 ആണ്. സോ 9,60,000 ഡിവൈഡഡ് ബൈ 96 ആണ് വരിക. ദാറ്റ്സ് ഇക്വൽ ടു 10,000 ആണ്. 10,000 ന്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ മാത്രമേ 9,60,000 ഈക്വലായ ഡിബഞ്ചേഴ്സ് ആവുകയുള്ളൂ. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് 10,000 ന്യൂ ഡിബഞ്ചർ ഇൻറ്റു ഒരു ഡിബഞ്ചറിൻ്റെ വില ഡിസ്കൗണ്ടിലായതുകൊണ്ട് 96 ആണ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അപ്പോൾ 96 പോവുകയുള്ളൂ. 10,000 ഇൻറ്റു 96 9,60,000. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 4 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 4 40,000 അങ്ങോട്ടേക്കാണ് പോവുക ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക്. ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നോമിനൽ എമൗണ്ട് 10,000 ഇൻറ്റു 100 10 lakhs. ഓക്കെ, കൺവേർഷൻ ഓഫ് 9,600 10% debentures into 15% new debentures.